ക്കുന്നവരിൽ ഉൾപ്പെടണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരവസ്ഥയിൽ നമ്മുടെ മനസ്സായിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കണം. അൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് കൊണ്ടും അവിടുത്തെ ഇഷ്ക് കൊണ്ടും അള്ളാഹു നമ്മുടെ ഖൽബിനെ നന്നാക്കി തരട്ടെ. നമുക്ക് ഹബീബിനെ സ്വപ്നത്തിൽ കാണണം. ഒരു തവണയെങ്കിലും മനാമിൽ കിട്ടണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലാഹിറും ബാത്തിനും പിൻപറ്റി ജീവിക്കാൻ കഴിയണം. അതിനൊക്കെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ശ്രമം നടത്തുക എന്നതാണ് ഹുബ്ബിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച രംഗങ്ങൾ ഓർക്കുമ്പോൾ പലപ്പോഴും ഒറ്റക്ക് നമ്മൾ കരയാറുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ച് തങ്ങളെ ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ സങ്കല്പിച്ച് നോക്കണം. യതീമായി ജനിക്കുന്നൊരു കുട്ടി, സ്വർമ്മട്ട കുട്ടി, ചേലാകർമ്മം ചെയ്യപ്പെട്ട കുട്ടി, അള്ളാഹുവിന്റെ മലക്കുകളുടെയും ഹൂർലീൻ പെണ്ണുങ്ങളുടെയും സാന്നിധ്യത്തിൽ ആമിന ബി പ്രസവിക്കുകയാണ്. ആരുടെ കുട്ടി ആരറിയോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ മേലെ പറയാൻ ഒരാളില്ല സഹോദര സഹോദരിമാരെ, ആരുമില്ലല്ലോ. പിന്നെ ഉള്ളത് ഒരാളാണ്. അത് ഖാലിഖാണ്, അത് ഇലാഹാണ്. മഖ്ലൂഖുൽ കൂട്ടത്തിൽ വേറെ ആളില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും കുട്ടി ജനിക്കുന്ന യതീമായിട്ടാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം. അള്ളാഹ് അങ്ങനെയാണ് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. ഈ കുഞ്ഞിമോനെ കാണാൻ ഉപ്പയില്ല. എന്നാൽ ആമിന ബീവി ഈ യതീം കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ അറബികളുടെ സമ്പ്രദായ പ്രകാരം മറ്റു സഹോദരിമാരാണ് മുലപ്പാല് കൊടുക്കാറ്. പക്ഷെ ആരും സ്വീകരിക്കാൻ വരുന്നില്ല, കുട്ടി യതീമായതുകൊണ്ട്. ഉപ്പയില്ലാത്ത കുട്ടിയല്ലേ. അവർ ഉദ്ദേശിച്ച പലതും അവർക്ക് നഷ്ടപ്പെടുമെന്ന് കരുതി പലരും സ്വീകരിക്കാതെ പോയപ്പോൾ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയാണ് ആ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നത്. പിന്നീട് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. ഞാൻ ആ ഭാഗത്തേക്കല്ല കടക്കുന്നത്. പിന്നെ കുട്ടി ഹലീമ ബീവിയുടെ അടുത്ത് വളർന്നു. ഒരു 5 വയസ്സ് വരെ അവിടെ തന്നെ. 6-ാം വയസ്സായപ്പോഴേക്ക് ഉമ്മന്റെ അടുത്ത് ഏൽപ്പിക്കുമ്പോൾ ആമിന ബീവിയുമായിട്ട് അബ്ദുള്ള റളിയല്ലാഹുവിന്റെ ഖബർ സിയാറത്തിന് പുറപ്പെട്ട് തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് ഉമ്മ മരിക്കുകയാണ്. ഒരു 6 വയസ്സുള്ള കുട്ടിയുടെ മുമ്പിൽ ഉമ്മയുടെ ജനാസ സങ്കല്പിച്ചു നോക്കൂ. ഈ കുട്ടി ആരാ നടക്ക് ഓർക്കണേ? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. 6 വയസ്സുള്ള കുട്ടിയുടെ മുമ്പിൽ ഉമ്മയുടെ മയ്യത്ത്, അതും ഒരു യാത്രയിൽ. എന്നിട്ട് ഉമ്മനെ മറവ് ചെയ്തിട്ട് പിന്നെ കുട്ടി മക്കയിലേക്ക് മടങ്ങാണ്. അപ്പൊ 6 വയസ്സായപ്പോ ഉമ്മയും നഷ്ടപ്പെട്ടു. അള്ളാഹു ഒരുപാട് അനുഗ്രഹം ചെയ്ത് ഏറ്റവും വലിയ നിഅമത്ത്, എല്ലാ റഹ്മത്തും ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ പരീക്ഷണങ്ങൾക്കും തങ്ങളെ വിധേയമാക്കിയിട്ടുണ്ട്. പിന്നെ അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. 8 വയസ്സായപ്പോ അബ്ദുൽ മുത്തലിബ് മരിക്കാം. ഉമ്മമാർക്ക് വേണ്ടിയ പ്രത്യേകം ഞാൻ ഈ പറയുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ഒരു ആ പ്രായത്തിലുള്ള അവസ്ഥ. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവുമ്പോൾ നമ്മൾ ചിന്തിക്കണം. പിന്നെ 8 വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് മരിച്ചപ്പോൾ പിന്നെ അബൂ താലിബാണ് ഏറ്റെടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. സാധാരണ കുട്ടികളെ പോലെ ഒന്നും വേണ്ടാത്ത കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 12 വയസ്സായപ്പോ അബൂ താലിബിന്റെ കൂടെ ഒരു ഷാമിലേക്ക് കച്ചവടത്തിന് പോയപ്പോഴാണ് ഒരു ജൂത പണ്ഡിതൻ പറഞ്ഞത്, ഈ കുട്ടിയെ ശ്രദ്ധിക്കണേ, ഇത് നിങ്ങൾ ഇങ്ങനെ പല സ്ഥലത്തും കൊണ്ടുപോകരുത്, ഇത് റഹ്മത്തുൽ ആലമീനാണ്, ഇത് സയ്യിദാണ്, നേതാവാകുന്ന കുട്ടിയാന്നൊക്കെ അബൂ താലിബിന് വിവരം കൊടുത്തു. അന്ന് തന്നെ അബൂ താലിബ് കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 25 വയസ്സായി, നല്ല ഒരു ചെറുപ്പക്കാരനായി. അല്ലമീൻ എല്ലാവരും വിളിക്കുകയാണ്, എല്ലാവർക്കും അല്ലമീനാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നടക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും നിഴൽ വന്നിട്ടുണ്ട്. നല്ല വെയിലുള്ള സമയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ വരും. അങ്ങനെ ഒരുപാട് അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 25 വയസ്സായപ്പോൾ ഖദീജ ബിയെ കല്യാണം കഴിക്കുന്നു. അപ്പൊ കച്ചവടത്തിന് പോയിട്ടുണ്ട്. അബൂ താലിബിന് കുറെ മക്കളുണ്ടായത് കൊണ്ട് അബൂ താലിബിന്റെ വീട്ടിൽ പലപ്പോഴും പട്ടിണി ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും കച്ചവടത്തിന് പോയിട്ട് എന്റെ വക എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 25 വയസ്സുള്ള സമയത്തൊക്കെ കച്ചവടത്തിന് പോയിട്ടുണ്ട്.
അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിലേക്ക് വരുന്നു. അതൊക്കെ ഒരുപാട് പറയാണ്ട്, ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായി നുബുവത്ത് കിട്ടി. അതിന്റെ മുമ്പ് തന്നെ തങ്ങൾ എവിടെയെങ്കിലും ഒറ്റക്കൊന്ന് താമസിക്കണം, എനിക്ക് എവിടെയെങ്കിലും ഒറ്റക്കൊന്ന് ഇരിക്കണം എന്ന് വല്ലാത്ത ആഗ്രഹം. ഖദീജ ബീവിയാണ് ഭാര്യ. ഖദീജ ബീവിയോട് പറയും, നീ ഒരു സ്ഥലം നോക്കോ. അങ്ങനെ ഖദീജ ബീവിയും നല്ല സ്ഥലം തെരഞ്ഞു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഹിറാ ഗുഹ കണ്ടെത്തി. ഖദീജ ബീവിയോട് പറയുന്നുണ്ട്, ഞാൻ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്, ആ ഗുഹന്റെ ഉള്ളിലിരുന്ന് എനിക്ക് കഅബ കാണാൻ പറ്റും, ഞാൻ അങ്ങോട്ട് പോവാണ്. അങ്ങനെ കുറച്ച് ഗോതമ്പമാവും കുറച്ച് ഈത്തപ്പഴവും കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഒക്കെ തയ്യാറാക്കി കൊടുത്തിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങോട്ട് താമസിക്കാൻ, അവിടെ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് ഇബാദത്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഈ വഹി വരുന്നത്. അങ്ങനെ ആ വഹി വന്നു, നുബുവത്ത് കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് പ്രശ്നം, പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, എന്തിനു വേണ്ടിയാണ് ഈ പ്രയാസം സഹിച്ചത്, എന്തിനു വേണ്ടിയാണ് ഈ ബുദ്ധിമുട്ട് സഹിച്ചതെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിന് വല്ലാത്ത പ്രയാസം വരും. ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു തെറ്റും അവർ കണ്ടിട്ടുമില്ല. അവർ ചെറുപ്പം മുതൽ അല്ലമീന്ന് വിളിച്ചതാ. പക്ഷെ തൗഹീദ് പറഞ്ഞപ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സഹിക്കാൻ കഴിയാത്ത പല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ അവിടെയാണ് കഅബന്റെ പരിസരത്ത് സുജൂദ് കിടക്കുമ്പോൾ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത്, അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാണ്, അബൂജഹലൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ്, നമ്മൾ എവിടുന്നെങ്കിലും ഈ ഒട്ടകത്തെ അറുത്ത് അതിന്റെ അവശിഷ്ടം കിട്ടുമെന്ന് ചർച്ച ചെയ്യണം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരടിയിൽ കൊണ്ടുവന്നിടാൻ സുജൂദ് ചെയ്യുമ്പോൾ ഈ കൊണ്ടുവന്ന ആള് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്താണ്. അവൻ കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിൽ ഒരു പൂത്തിനെ അറുത്തിട്ട് കുറച്ച് ദിവസം മുമ്പ് അറുത്തിട്ടോ വാസനിക്കുന്ന ഒരുപാട് അതിന്റെ അവശിഷ്ടം കൊണ്ടുവന്നിട്ട് നമ്മളെ കഴുത്തിലിട്ട് എങ്ങനെ ഉണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കഴുത്തിൽ തങ്ങൾ സുജൂദ് ചെയ്യുന്നത് കാത്തിരിക്കുകയാണ്. സുജൂദ് ചെയ്യുന്ന സമയത്ത് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് എന്ന് പറയുന്നവൻ ഇത് വലിച്ചു കൊണ്ടുവന്ന് നബി തങ്ങളെ കഴുത്തിലിട്ടു. തങ്ങൾക്ക് തല ഉയർത്താൻ പോലും സാധിക്കാതെ പ്രയാസം വന്നപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ശത്രുക്കൾ അത്ര ശക്തരാണ് ആ സമയത്ത്. അവർ കൂട്ടമായി പൊട്ടിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ഉയർത്താൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ അപ്പോഴവിടെ ഒരു കുട്ടി വന്നു, ഒരു ചെറിയ കുട്ടി. ഫാത്തിമ അതാണ് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി ഓടി വന്നിട്ട് ഫാത്തിമ ബീവിന്റെ കുഞ്ഞി കൈകൾ കൊണ്ടാണ് അത് നീക്കി കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവി ആയതുകൊണ്ട് അവരൊന്നും ചെയ്തില്ല, ചെറിയ കുട്ടിയാണ്. പക്ഷെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവരെ നോക്കി ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഈ പ്രയാസം കൊണ്ട് നിബിതങ്ങൾ പറഞ്ഞുപോയി, അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ, പടച്ചവനെ ഈ ക്രൂരത ചെയ്ത ഇവനെ പിടിക്കണമെന്ന് നിബിതങ്ങൾ ദ്വാരുന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയതാണ് പ്രയാസങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ. ഈ പ്രയാസങ്ങൾ തങ്ങളെ അനുഭവിച്ച ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമ്മൾ ഇടയ്ക്ക് വായിക്കുകയോ പഠിക്കുകയോ ചിന്തിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ തന്നെ നമുക്ക് നബിയോട് മഹബത്ത് കൂടും. പിന്നെന്താ അറിയോ, ഭക്ഷണം കൊടുക്കണ്ട, കല്യാണം നടത്തണ്ട, മിണ്ടണ്ട, സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഉപരോധം ഏർപ്പെടുത്തി. അത് ബനു ഹാഷിം ബനു മുത്തലിബ കുടുംബത്തെ തന്നെ അവര് ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ 3 വർഷം, ഏകദേശം 3 വർഷത്തോളം അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. പച്ചിലകളും അതുപോലെ കിട്ടുന്ന കായ്കളൊക്കെ തിന്നിങ്ങനെ കഴിയുമ്പോൾ ഒരിക്കൽ മുത്തലിബിന് കരഞ്ഞുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. കരഞ്ഞപ്പോ ഖദീജ ബീവി ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഖദീജ ബീവി ചോദിച്ചു, റസൂൽ നിങ്ങൾ എന്തിനാ? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ കരയുന്നത് ഖദീജ നിന്നെ ഓർത്തിട്ടാണ്. എനിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പ്രയാസം ഉണ്ടായാലും എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ നിങ്ങളെ കാര്യം എങ്ങനെ. ഖദീജ ബീവി എങ്ങനെ വളർന്നറിയോ? വലിയ സാമ്പത്തികമായ കുടുംബത്തിൽ വളർന്ന വലിയൊരു മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയുടെ പ്രയാസം കണ്ടുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ കരയുന്നത്. അങ്ങനെ അവരൊരു കരാറുണ്ടാക്കിയിരുന്നു. ആ കരാറ് നിക്കാഹ് ചെയ്യാൻ പാടില്ല, കല്യാണം നടത്താൻ പാടില്ല, ബന്ധപ്പെടാൻ പാടില്ല, ഒരു നിലക്ക് സംസാരിക്കാൻ പാടില്ല, ഭക്ഷണം കൊണ്ടുപോകുന്നവരെ വഴി വെച്ച് തടയണം, ഇതൊക്കെ തീരുമാനിച്ചിട്ട് ആ കരാറ് കഅബന്റെ ഉള്ളിൽ തൂക്കി ഇട്ടിരുന്നു. പക്ഷേ ബിസ്മിക്കല്ലാഹ് എന്ന ആ ഒരു വാക്ക് ഒഴിച്ച് ബാക്കി ഒക്കെ ചെതിരി പിടിച്ച് നശിച്ചുപോയി. അതിനെതിരെ, കരാറിനെതിരെ അവിടെയുള്ള ആളുകൾ തന്നെ സംഘടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഈ വിശപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർ തന്നെ സംഘം ചേർന്നുകൊണ്ട് അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു വിഭാഗം അവിടെ വന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ ഉപരോധമൊക്കെ കഴിഞ്ഞ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ദഅവത്തിന് വേണ്ടി പോകുമ്പോൾ
ഉപ്പാന്റെ കുടുംബം, അതിൽ അബൂലഹബ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഉപ്പാന്റെ കുടുംബം ഒരുപാട് പ്രയാസപ്പെടുത്തി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തും വരുന്നു, പിന്നെ അബൂ താലിബിന്റെ വഫാത്തും വരുന്നു. രണ്ടും ഒരാഴ്ചന്റെ ഉള്ളിൽ രണ്ട് വഫാത്ത്. അത് വലിയ ടെൻഷനായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സന്ദേശം തൗഹീദ് പറഞ്ഞപ്പോൾ അബൂലഹബിന്റെ രണ്ട് മക്കളാണ് റസൂലുള്ളാഹി രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അബൂലഹബ് വിളിച്ച് മക്കളോട് പറഞ്ഞു, രണ്ട് മക്കളെയും തലാക്കല്ലാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത മെഹബൂബാണ്. പക്ഷെ എത്ര പ്രയാസമാണ് തങ്ങൾ സഹിക്കുന്നത്. രണ്ട് കുട്ടികളെ തലാക്കല്ലി വീട്ടിൽ കൊണ്ടാക്കിയ എന്താ സ്ഥിതി? അബൂലഹബ് മക്കളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഒഴിവാക്കണം, മുഹമ്മദിന്റെ രണ്ട് മക്കളെയും സൈനബ് ഉമ്മു കുൽസൂമിനെയും തലാക്കല്ലാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രയാസത്തിന്റെ മേലെ പ്രയാസം വന്നുകൊണ്ടിരിക്കുന്നതിനിടക്ക് ബഹുമാനപ്പെട്ട ഖദീജ ബീവിന്റെ വഫാത്തും. ഖദീജ ബീവിന്റെ വഫാത്ത് താങ്ങാൻ കഴിയാത്ത ടെൻഷനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഖദീജ ബീവി എല്ലാം നിൽക്കും സഹായിച്ചിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചപ്പോൾ പലരും പരിഹസിച്ചു, എന്താ മുഹമ്മദ് ഫക്കീറായ മുഹമ്മദിന് കിട്ടിക്കാണോ? അപ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹ ഒരു സൽക്കാരം നടത്തി വീട്ടിക്ക്. നാട്ടിലെ പ്രഗത്ഭരായ എല്ലാവരും വിളിച്ചിട്ട് സൽക്കാരം നടത്തിയിട്ട് ആ ആളുകൾ മുമ്പിൽ വെച്ച് ഖദീജ റളിയല്ലാഹു അൻഹ, മഹദി എന്റെ എല്ലാ സമ്പത്തും ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഭർത്താവിന് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. എന്റെ എല്ലാ സമ്പത്തും ഞാൻ മുഹമ്മദിന് കൊടുത്തിരിക്കുന്നു, ഇന്നു മുതൽ ഞാനാണ് ഫക്കീർ, എന്റെ ഭർത്താവ് ഫക്കീറല്ല. എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖദീജയെ കൊണ്ട് നിങ്ങൾക്ക് ഇന തന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സഹായിച്ച ഖദീജ നബി സമ്പത്ത് പറഞ്ഞാലേ ഒരു 6 മാസം കൊണ്ട് തന്നെ ഒരുപാട് ഒരു കുടുംബത്തിന് 40 കൊല്ലത്തോളം കഴിയാവുന്ന അത്ര സമ്പത്തൊക്കെ വരുമാനമൊക്കെ ഖദീജ ബീവിന്റെ കയ്യിലുണ്ട്. ഒന്നായിട്ട് കൊടുക്കാണ് ഖദീജ ബീവി മുത്തുനബിക്ക്. ആ ഖദീജ ബീവിന്റെ വഫാത്ത്, അതിനു പുറമെ അബൂ താലിബിന്റെ വഫാത്ത്, ഇത് രണ്ടും താങ്ങാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ഉപ്പന്റെ കുടുംബം ഏതായാലും ബുദ്ധിമുട്ടാക്കി, എന്നാ പോയി നോക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ത്വായിഫിക്ക് പോയത്. ത്വായിഫിൽ ഉമ്മന്റെ കുടുംബമാണുള്ളത്. സുബ്ഹാനല്ലാഹ്, ത്വായിഫിക്ക് ചെന്നപ്പോൾ ത്വായിഫിക്ക് പോയത് എങ്ങനെ? നടന്നാ പോയത്. ത്വായിഫിക്ക് നടന്നിട്ടാണ് പോണത്. 100 കിലോമീറ്റർ നടന്നിട്ടാണ് ത്വായിഫിക്ക് എത്തുന്നത്. സ്വീകരിക്കുന്നു കരുതി പോയതാ. ഓരോ വീട്ടിൽ ചെന്ന് പറയുമ്പോഴെല്ലാരും ആട്ടാണ്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ, എല്ലാരും ആട്ടാണ്. ആരും സ്വീകരിക്കാനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ആരും സ്വീകരിക്കുന്നില്ല. എല്ലാരും ബുദ്ധിമുട്ടാക്കുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ട് മടങ്ങാൻ ശ്രമം നടത്തുമ്പോഴാണ് കുട്ടികൾ കല്ലെറിയുന്നത്. സുഫഹാക്കൾ, വിഡ്ഢികൾ വന്ന് തങ്ങളെ ചീത്ത പറഞ്ഞു, കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞു. നിങ്ങൾക്കറിയോ, 10 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിൽ ഇങ്ങനെ നടന്നിട്ട് ആരെങ്കിലും ഒന്ന് സ്വീകരിക്കുമെന്ന് ചോദിച്ചിട്ട് ആരും സ്വീകരിക്കാതെ അവസാനം കല്ലേറ് കിട്ടിയത്. കല്ലേറ് കിട്ടിയിട്ട് പോരുന്ന സമയത്ത് ഏകദേശം 5 കിലോമീറ്റർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു നോക്കാതെ ഓടി. ഏറുണ്ട് 5 കിലോമീറ്ററോളം തങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ഏറ് മുഖത്താണ് കിട്ടുക. അങ്ങനെ 5 കിലോമീറ്ററോളം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കാതെ ഓടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവിടുന്ന് ഏറ് വന്നു, ചീത്ത വിളി വന്നു. പിന്നെ ഒരു മലഞ്ചെരുവിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ വലിയൊരു കല്ലെടുത്തിട്ട് തങ്ങളെ തലയിലേക്ക് മറിച്ചിടാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് മടങ്ങി പോന്നു. കാലിൽ ചോര ഉണ്ടായിരുന്നു. ഏറ് കിട്ടിയിട്ട് കാലിന് ചോര വലിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിക്ക് വല്ലതും തോന്നുന്നുണ്ടോ? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ എത്ര സഹിച്ചു അല്ലേ? അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വന്ന് വിശ്രമിക്കുമ്പോഴാണ് പിന്നെ ഇസ്രാ മിഅ്റാജ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇത് ദീനിന് വേണ്ടി, തൗഹീദിന് വേണ്ടി, സ്വന്തം വ്യക്തിപരമായ ഒരു കാര്യത്തിനുമല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹഖ് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി പ്രയാസപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് സ്വന്തം നാട് വിട്ടു പോവേണ്ട അവസ്ഥ വന്നു. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്, തിരിച്ചു പോവാണ് മദീനയിലേക്ക്. സ്വന്തം ജനിച്ചു വളർന്ന മക്കയോട് വിട പറയുമ്പോണ്ടാകുന്ന സങ്കടം, ആ സങ്കടം തീർക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, സങ്കടപ്പെടണ്ട, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്, നിങ്ങളെ തിരിച്ചു വിളിക്കും മക്കയിലേക്ക്. അങ്ങനെ പോകുന്ന വഴിയിലാണ് ഗുഹയിൽ താമസിക്കുന്നതും സിദ്ദീഖ് തങ്ങളെ പാമ്പ് അടിക്കുന്നൊക്കെ നിങ്ങൾ ഇവിടെ നേരത്തെ പാടിയ പാട്ടിലൂടെ നമ്മളങ്ങനെ മനസ്സങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. ഞാൻ ഭാഗത്തേക്ക് കടക്കുന്നില്ല.
എന്തൊരു പ്രയാസം. അങ്ങനെ ഇന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണെങ്കിൽ എത്ര സൗകര്യമുണ്ട്. അന്ന് മലയും കുന്നും ഒക്കെ കടന്ന് വളരെ പ്രയാസപ്പെട്ട് അങ്ങനെ ഗുഹയിൽ താമസിച്ച് അവിടുന്ന് സിദ്ദീഖ് തങ്ങളെ പാമ്പ് കടിച്ച് എല്ലാം പ്രയാസപ്പെട്ടിട്ട് അവസാനം ഗുഹയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സിദ്ദീഖ് തങ്ങളെ ഡ്രസ്സ് കീറി കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്, സിദ്ദീഖ് എന്താണ് ഡ്രസ്സ് കീറിയത്? അത് എലി മാളങ്ങളെ കടക്കാൻ വേണ്ടിയിട്ട് കീറിയതാ. അല്ലാഹുവേ, എന്റെ സിദ്ദീഖിന് എന്റെ കൂടെ സ്വർഗത്തിൽ സീറ്റ് കൊടുക്കണേ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. എനിക്ക് പറയാനുള്ള എന്താ അറിയോ, തങ്ങളെ പറ്റി പഠിച്ചാൽ തീരൂല. എല്ലാം തങ്ങളെ പറ്റി വായിക്കണം, ചരിത്രങ്ങൾ വായിക്കണം. തങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്, തങ്ങളെ സ്നേഹിച്ച സ്വഹാബത്തിന്റെ കഥകൾ പഠിക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മഹ്ശറയിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഓർക്കണം. അങ്ങനെ എല്ലാ നിരക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അടുത്തറിയുമ്പോഴാണ് ഹുബ്ബ് ഉണ്ടാകുക. അല്ലാതെ ഹുബ്ബ് പ്രസംഗിക്കാൻ കഴിയും, ഹുബ്ബിനെ പറ്റി പാടാനും പ്രസംഗിക്കാനൊക്കെ കഴിയും. ഖൽബിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താതെ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ മഹബത്ത് ഉണ്ടാവണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വഹാബത്ത് വിഷയത്തിൽ മത്സരിക്കുകയായിരുന്നു. ചെറുശ്ശേരി സ്ഥാനം ഞാൻ ഓർക്കുകയാണ്. ചെറുശ്ശേരി സ്ഥാൻ പറയാറുണ്ട്, പുട്ട് മത്സരം, എത്ര കുറ്റി പുട്ടുന്നാൻ പറ്റുന്ന അങ്ങനത്തെ മത്സരങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ പല മത്സരങ്ങളും. സ്വഹാബത്തിന്റെ മത്സരം എങ്ങനെ പറയാം, സ്വഹാബത്തിന്റെ മത്സരം ആർക്കാണ് റസൂലുള്ളാഹിനെ ഏറ്റവും സ്നേഹിക്കാൻ പറ്റുന്ന വിഷയത്തിൽ മത്സരിക്കുകയായിരുന്നു. ആ മത്സരത്തിൽ ഏറ്റവും 100ക്ക് 100 മാർക്ക് വാങ്ങിയ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളാണ് എല്ലാ നിലക്കും സ്നേഹിച്ചത്. അതുകൊണ്ടാണ് ആ പാമ്പിന്റെ കടിയേറ്റിട്ടും വേദന സഹിച്ചിട്ടും കാലി വലിക്കാതെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ മടി വെച്ചു കൊടുത്തു കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മഹബത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും, ഭാഗത്തേക്ക് കടക്കുന്നില്ല. സ്വഹാബാക്കളൊക്കെ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഹിജാമ നടത്തിയിട്ട് അവിടുന്ന് എടുത്ത രക്തം മറവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിന് മുഴുവനും കുടിച്ചത് നബിയോടുള്ള മഹബത്ത് കൊണ്ടാണ്. നബി തങ്ങളെ ചുണ്ടിലൂടെ വരുന്ന ചോര രക്തം നാവ് കൊണ്ട് നക്കിയെടുത്തത് ബഹുമാനപ്പെട്ട മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു നബിയോടുള്ള മഹബത്ത് കൊണ്ടാണ്. ഞാൻ ചുരുക്കുന്നു. ചില ആളുകൾ പറയാറുണ്ട്, ഈ ഉപ്പ് ഉണ്ടാവണമെങ്കിൽ അതിപ്പോ റസൂൽ പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ പോരെ, സുന്നത്തിക്കാൻ പറഞ്ഞു അപ്പൊ സുന്നത്തിക്ക് ഇരിക്കാം, ദിക്റില്ലാൻ പറഞ്ഞു അപ്പൊ ദിക്റില്ല. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞതുപോലെ ജീവിക്കലല്ലേ മഹബത്ത് എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, അതേതായാലും മഹബത്താണ്. പക്ഷെ അത് മാത്രമല്ല മഹബത്ത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ച സ്നേഹം, മാലിക് ബിൻ സിനാൻ തങ്ങൾ കാണിച്ച സ്നേഹം, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ കാണിച്ച സ്നേഹം, ഇത് മാതൃകയില്ലാത്ത സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ ഹിജാമ നടത്തിയ രക്തം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് അങ്ങനെ കുടിക്കണം തങ്ങൾ പറഞ്ഞിട്ടില്ല, മുമ്പ് ആരും കുടിച്ചിട്ടില്ല. മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ ചുണ്ടിൽ നിന്ന് വരുന്ന രക്തം നാവ് കൊണ്ട് നക്കിയെടുത്തപ്പോ തുപ്പാൻ പറഞ്ഞപ്പോ ഞാൻ വല്ലാഹി ലാ അമുജുഹു അബദാ, ഞാൻ തുപ്പൂല നബിയേ എന്ന് പറഞ്ഞപ്പോ, എന്നാൽ സ്വർഗ്ഗാവകാശിയെ കാണണോ നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞ് മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു ചെയ്ത പണി മുമ്പാരും ചെയ്തിട്ടില്ല. മാതൃകയില്ല ഇതിനൊന്നും. എന്ന് പറഞ്ഞാൽ അത് കൽബിന്റെ പണിയാണ്. മനസ്സിൽ ഹുബ്ബ് ഉണ്ടാവണം. അള്ളാഹു ആ ഹുബ്ബ് നമ്മുടെ കൽബിൽ ഏറ്റിത്തരട്ടെ. എനിക്ക് പറയാനുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും സഹോദരങ്ങളോടൊക്കെ, നമ്മളൊക്കെ ഇവിടെ വന്നു റസൂലുള്ളാഹിയോടുള്ള ഇഷ്ക് കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ് വന്നത്. നാം ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സമയവും അൽഹംദുലില്ലാ തീർച്ചയായും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണ്. കാരണം റസൂലുള്ളാഹി തങ്ങളെ ഹുബ്ബ് പാടിപ്പറയുന്ന മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് പുണ്യം നേടാൻ തീർച്ചയായും അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട മജ്ലിസാണ്. തങ്ങളെപ്പറ്റി പറയാൻ വേണ്ടി മാത്രം ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ഒരു ചെയർ തന്നെ മദീനത്തെ പള്ളിയിൽ നബി തങ്ങൾ പ്രത്യേകം വെച്ചു കൊടുത്തു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ പാടുന്നതും പറയുന്നതും അത് കേൾക്കാൻ ഇരിക്കുന്നതും ഈ സമയമൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണ്, ഒരു സംശയവുമില്ല. നെയ്യത്ത് നന്നാക്കുക, റസൂലുള്ളാഹിയോടുള്ള ഹുബ്ബിന് വേണ്ടി മാത്രം വന്നതാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ഇത്ര സമയം പടച്ചവന്റെ ആ ഒരു റിളയും തൃപ്തിയും കിട്ടണം, നബി തങ്ങളോടുള്ള ഹുബ്ബ് ഖൽബിൽ ഉണ്ടാവണം, അതുവഴി എനിക്ക് സ്വർഗത്തിൽ കിടക്കണം എന്ന ഒരു നെയ്യത്തോടു കൂടി ഇരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങോട്ട് വന്നതും പിരിഞ്ഞു പോകുന്നതും നമ്മളൊക്കെ ഇതിനു വേണ്ടി ചെലവഴിച്ച സമയമൊക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിരിക്കും. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ജീവിതം നന്നാക്കുന്നതോടൊപ്പം ഹുബ്ബ് ഖൽബിലുണ്ടാവണം. ജീവിതം നന്നാക്കണം. ഫർള് ഒരു വക്തും ഖളാക്കാൻ പാടില്ല. നിസ്കാരം ഖളാക്കുന്ന ആൾക്ക് പിന്നെ എന്ത് മഹബത്ത് അവകാശപ്പെടാനാണ്? നോമ്പ് കഴിഞ്ഞ റമദാനിൽ നോമ്പ് ഇപ്പോഴും ഖളാ വീട്ടിട്ടില്ല, എന്ത് മഹബത്ത് അവകാശപ്പെടാനാണ്? ആളുകൾ തമ്മിൽ തെറ്റി നടക്കുക, എന്ത് ഹുബ്ബ് അവകാശപ്പെടാനാണ്? ജീവിതം നന്നാക്കാൻ
ഓർക്കുക, അതോടൊപ്പം ഇടക്കിടക്ക് ഓർക്കണം. മഗ്‌രിബ് നിസ്കരിച്ചില്ലേ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞിട്ടുണ്ട്. മദീനയിലേക്ക് പറഞ്ഞു നമ്മൾ സലാം, മടക്കിയോന്ന് അറിയില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു അല്ലേ, നിസ്കാരം അല്ലാഹുവാണ്. പക്ഷെ ആ ഒരു കണക്ഷൻ അള്ളാഹു നിസ്കാരത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ അതിയായി മഹബത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഹുബ്ബ് നമുക്ക് കാണിച്ചു തന്നത് നമ്മൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നമുക്ക് ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്നുകൂടി പറഞ്ഞാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന്റെ സമയത്തും നബി തങ്ങൾ പ്രത്യേകമായി ഉമ്മത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന്റെ തൊട്ടടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ പറഞ്ഞു ഒരു കഥ, ഒരു സംഭവമാണ്, ചരിത്രമാണ്. നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, എന്റെ ഉമ്മത്തിന്റെ ദോഷികളായ ഉമ്മത്തിൽപ്പെട്ടവർ ദോഷികൾ അവസ്ഥ എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയി വിവരവുമായി വന്നു. ദോഷികളായ ഉമ്മത്ത് അവര് തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും, പക്ഷേ അവര് മരിക്കുന്നതിന്റെ ഒരു മാസം മുമ്പെങ്കിലും തൗബ ചെയ്യണം എന്നാണ് നബി തങ്ങൾക്ക് വിവരം കൊടുത്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് എനിക്ക് സമാധാനം വരുന്നില്ല, എന്റെ ഉമ്മത്തിന് മരിക്കുന്ന ഡേറ്റ് അറിയൂല, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി പോകണം. തിരിച്ചുപോയി. രണ്ടാമത് വന്ന് പറഞ്ഞത്, ദോഷം ചെയ്ത ദോഷികൾക്ക് തൗബ ചെയ്താൽ ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്, മരിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പെങ്കിലും തൗബ ചെയ്യണം. അപ്പോഴും തങ്ങൾ പറഞ്ഞു, എനിക്ക് സമാധാനമായില്ല, എങ്ങനെയത് അറിയാ, അവർക്ക് മരിക്കാൻ ഒരാഴ്ച ഇടുന്നവർ അറിയില്ലല്ലോ. മൂന്നാമത് കിട്ടിയ വിവരമാണ്, നമ്മളൊക്കെ മദ്രസയില് മുമ്പേ പഠിക്കുന്നത്, ഒരു മനുഷ്യന്റെ തൗബയുടെ വാതിൽ അടയൽ എപ്പോഴാ? മരിക്കാൻ ആ സമയം തുടങ്ങി കാല് മുതൽ റൂഹ് പിടിച്ച് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ തൗബയുടെ വാതിലടഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിയതാണ്. നമ്മുടെ തൗബ അതുവരെ സ്വീകരിക്കും. ഉമ്മത്ത് അത് ജീവനായിരുന്നു എപ്പോഴും. നമ്മളിനി ആരെ സ്നേഹിക്കാൻ? നബി തങ്ങളെ അല്ലാതെ ഈ ഉമ്മത്തിനെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്, എല്ലാ വിഷയത്തിലും സ്നേഹിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയോ, ഇനി മരിക്കുന്ന സമയത്ത് മാത്രമല്ല, പിന്നീട് ഇൻഷാ അല്ലാഹ് ആദ്യം ഹയാത്താക്കുന്ന നബി തങ്ങളെയായിരിക്കും. അങ്ങനെ ഖബർ ഷരീഫ് എന്ന് നബി തങ്ങൾ ഹയാത്താക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു അന്വേഷണമുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട്. ജിബ്രീൽ, എന്റെ ഉമ്മത്തെവിടെ? സുബ്ഹാനല്ലാഹ്. ആയിഷ ബിയുടെ എന്നല്ല, ഫാത്തിമ ബിയുടെ എന്നല്ല, എന്റെ ഉമ്മത്തെവിടെ എന്നാ ചോദിക്കുന്നത്. നല്ല മനസ്സച്ചോരിട്ടോ, ഈ തങ്ങളല്ല നമ്മൾ ആരെ സ്നേഹിക്കുക? ദുനിയാവിലും നമ്മുടെ കാര്യം പറഞ്ഞു നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിത്തന്നു. മരിക്കുന്ന സമയത്തും നമ്മുടെ കാര്യം പറഞ്ഞു അല്ലാഹുവിനോട്. ഇനി ഖബറിൽ നിന്ന് എണീക്കുമ്പോഴും നമ്മളെ കാര്യം തന്നെയാണ് പറയുന്ന, ഉമ്മത്തിന്റെ കാര്യം. അങ്ങനെ മഹ്ശറിൽ ചെന്നാൽ എല്ലാവരുടെ ശഫാഅത്തും അവസാനിച്ചതിന് ശേഷം അല്ലാഹു തആല മാത്രം ബാക്കി എന്ന് പറഞ്ഞ എല്ലാവരുടെ ശഫാഅത്തും കഴിഞ്ഞതിന് ശേഷം നരകത്തിൽ വെച്ചതാ ഒരു സലാം കേൾക്കുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നരകത്തിൽ നിന്ന സലാം പറയുന്നത്. അപ്പോ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ അടുത്തേക്ക് പോകും. നബി തങ്ങൾ വലിയ ആലാ മർത്തബയിൽ സ്വർഗ്ഗത്തിൽ സുഖിക്കുകയാണ്. അല്ല, നിങ്ങൾ ഉമ്മത്തിൽപ്പെട്ടവർ നരകത്തിലുണ്ടല്ലോ, സലാം പറയുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. അവിടുന്ന് ഇറങ്ങി വരും, വീണ്ടും ഇറങ്ങി വരും, വന്നിട്ട് സുജൂദിൽ കിടക്കും. എന്റെ ഉമ്മത്ത് ഇനിയുണ്ട് എന്ന് പറയും. അങ്ങനെ മാലിക് അലൈഹിസ്സലാമിനെ കണ്ട് ബാക്കിയുള്ള ആളുകളെയും രക്ഷപ്പെടുത്താൻ സമ്മതം കൊടുക്കും. മാഉൽ ഹയാത്തിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് സ്വർഗ്ഗത്തിലേക്ക് കടത്തും. ഷഫീഉനാ റസൂലുള്ളാഹി. നോക്ക്, മറ്റു വേണ്ടാത്ത സ്നേഹമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഈ ഒരു ഹുബിലേക്ക് വരണട്ടോ. ഞാൻ ആദ്യം വരണം, നിങ്ങളൊക്കെ വരണം. ഈ ഹുബ് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഹുബ് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂ. ബഹുമാനപ്പെട്ട സ്വഹാബാക്കളൊക്കെ അങ്ങനെയായിരുന്നു. അവസാനം ഒരു സഹാബിക്ക് അറിഞ്ഞപ്പോ തങ്ങൾ സമാധാനിപ്പിച്ചു.